സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് അനന്തപുരിയിൽ തുടക്കമായി. സ്വകാര്യ ആശുപത്രികളിലെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് സർക്കാർ ഉത്തരവ്. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ട്രാക്കും ഫീൽഡും ഉണർന്നതോടെ കണ്ണും കാതും തുറന്ന് അനന്തപുരി. ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായിക പൂരത്തിനാണ് ഇനി തലസ്ഥാനം സാക്ഷിയാവുക. കായിക താരങ്ങളുടെ മാർച്ച് ഫാസ്റ്റോടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ സംസ്ഥാന സ്കൂൾ കായികമേള ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ദീപശിഖ കൊളുത്തി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവ്. 100 കിടക്കകളുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു നിലവിൽ ഈ ഷിഫ്റ്റ് സമ്പ്രദായം ഉണ്ടായിരുന്നത്. കിടക്കകളുടെ എണ്ണം നോക്കാതെയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനിയായ ഹബൂസ ബീവിയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചത്. സ്കൂളിൽ നിന്ന് കൊടുത്ത അയൺ ഗുളിക കഴിച്ച് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. മൈനാഗപ്പള്ളി സ്കൂളിലെ 6 വിദ്യാർത്ഥികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത അയൺ ഗുളിക കുട്ടികൾ അമിതമായി കഴിക്കുകയായിരുന്നു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അടുത്ത ദിവസം ഉച്ചയോടെ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾക്കും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. രാജ്യത്തുടനീളമുള്ള റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം പ്രഖ്യാപിച്ച് UAE. ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് പരമാവധി 3 വർഷം വരെ സസ്പെൻഡ് ചെയ്യും. വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെ ഗുണം അനുഭവിക്കേണ്ടത് ജനങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സേവനങ്ങൾക്കായി ആരും കാത്തു നിൽക്കേണ്ട അവസ്ഥ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ മൊഴി. എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അനന്ത സുബ്രഹ്മണ്യം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയതും നാഗേഷിന് കൈമാറിയതെന്നും അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്ന DJ പാർട്ടിക്കിടെ കൂട്ടത്തല്ല്. പാർട്ടിക്കിടെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു. ലഹരി കേസിലെയും കൊലപാതക കേസിലെയും പ്രതികളടക്കം പാർട്ടിയിൽ പങ്കെടുത്തിരുന്നതായി പറയപ്പെടുന്നു. സംഭവത്തിന് തിരുവനന്തപുരം പാളയത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിലെ പോലീസ് നോട്ടീസ് നൽകി. ജപ്പാനിൽ ചരിത്രം കുറിച്ച ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടുത്തെ അധോസഭയിൽ ചരിത്ര വോട്ടുകൾ നേടിയതോടെ അടുത്ത പ്രധാനമന്ത്രിയും ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമാകാൻ ഒരുങ്ങുകയാണ് തക്കൈച്ചി. 465 പേരുള്ള സഭയിൽ 237 വോട്ടുകളാണ് തക്കൈച്ചി നേടിയത്. ജനകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.